قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഫർള് നമസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം നമുക്ക് പ്രത്യേകം പുണ്യകരം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടവയാണ് അദ്കാറുകൾ, ദിക്റുകളും ദുആകളുമൊക്കെ. ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം വളരെയേറെ പുണ്യകരമായ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ്. എന്നാൽ പലപ്പോഴും ആളുകളിൽ പലരും ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്റുകൾ കൊണ്ടുവരാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇരുന്നിട്ട് ഈ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള ദിക്റുകളൊക്കെ കൊണ്ടുവരുന്നത് കാണാറുണ്ട്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, ഇത് നബിചര്യക്ക് വിരുദ്ധമാണ്. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്. ഫർള് നിസ്കാരം കഴിഞ്ഞേക്ക് വേഗം നീട്ടിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ സൗകര്യം പോലെ നമുക്ക് എന്ത് ചെയ്യാം, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹും ആയത്തുൽ കുർസി ഇങ്ങനത്തതൊക്കെ പിന്നെയാണ് നിർവഹിക്കാലോ എന്ന നിലക്കാണ് ആളുകൾ ചെയ്യാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താണ്? ഫർള് നമസ്കാരങ്ങളുടെ ശേഷമാണ്, സുന്നത്ത് നിസ്കാരങ്ങളുടെയൊക്കെ മുമ്പായിട്ട് ഫർളിന്റെ ശേഷം നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് ആ ദിക്റുകളും അതോടനുബന്ധമായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആകളുമൊക്കെ. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദൻ സറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസൻ വഖാല അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താണ്? ഫർള് നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച ഉടനെ അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ പറയും. പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയും. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബിയായ കഅബ് ബിൻ ഉജറത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മുഅഖിബാതുൻ ലാ യഖീബു ഖായിലുഹുന്ന ഔ ഫാഇലുഹുന്ന. നിസ്കാരങ്ങളുടെ പിറകെ പെട്ടെന്ന് ഉടനെ തന്നെ നിർവഹിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് പറയുന്നവൻ പരാജയപ്പെടുകയില്ല. അത് ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർള് നമസ്കാരങ്ങളുടെ പിറകെ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, സലാസും വസലാസൂന തസ്ബീഹ 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 34 അല്ലാഹു അക്ബർ അല്ലെങ്കിൽ 33 അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 തികക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഫർള് നമസ്കാരങ്ങളുടെ ശേഷം ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പിന്നെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ ശേഷമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ എന്നൊക്കെയുള്ള ഓരോ ദിക്റുകളുണ്ടല്ലോ, ഏതൊക്കെയെന്ന് അതൊക്കെ നമ്മൾ നിർവഹിക്കുക. പിന്നെ മഗ്രിബിന്റെയും സുബഹിന്റെയും ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിന്റെയും ഫജ്ർ നമസ്കാരത്തിന്റെയും ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണ പറയാ. അതേപോലെ തന്നെ മറ്റ് എല്ലാ നമസ്കാരങ്ങളിലും നമുക്ക് പറയാവുന്നതാണ്, നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, റബ്ബി ഖിനി അദാബക യൗമ തബ്അസു ഇബാദക, റബ്ബേ നിന്റെ അടിമകളെ പരലോകത്തേക്ക് പുനരുജ്ജീവിപ്പിക്കുന്ന പുനരുത്ഥാന നാളിൽ
നിന്റെ അടിമകളെ നീ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ നിന്റെ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്ന്, നിന്റെ നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥന. അതുപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതുപോലെ അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന ദുആ. ഇതൊക്കെ ഫർള് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചതിന്റെ ശേഷമാണ് നമ്മൾ ഇതൊക്കെ നിർവഹിക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തിയിൽ ചെയ്യേണ്ടുന്ന, വാക്കിൽ ചെയ്യേണ്ടുന്ന, അങ്ങനെ രണ്ട് വിധത്തിലുമുള്ള സുന്നത്തുണ്ട്. പ്രവൃത്തിയിൽ ചെയ്യേണ്ടുന്നത് അഥവാ നമ്മൾ രൂപത്തിൽ ചെയ്യേണ്ടുന്ന ഒന്നെന്താണ്? ഇപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ദിക്റുകളും ദുആകളും ഒക്കെ നമ്മൾ പറയുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുക. ശേഷം സുന്നത്ത് നമസ്കരിക്കുക. പള്ളിയിൽ നിന്നാണോ നിസ്കരിക്കുന്നത് എങ്കിൽ അവിടുന്ന്, അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായത് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകലാണ്. അവിടെയാണ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അങ്ങനെ ഏത് വിധത്തിലാണെങ്കിലും ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നത്തിന്റെ മുമ്പാണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വേഗത്തിലാണ് എഴുന്നേറ്റ് തിരക്കുണ്ട് എന്നുള്ള മട്ടിൽ സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അവിടെ ഇരുന്ന് ദിക്റുകൾ നിർവഹിക്കുന്നതല്ല. അതിൻ്റെ ശരിയായ രൂപം, അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും ഉത്തമം ഇതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മാത്രമല്ല, ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്? ഒരു സ്വലാത്ത്, അത് ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരവുമായിട്ട് ചേർക്കപ്പെടരുത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുന്നേറ്റ് വേറെ സുന്നത്താണ് നിസ്കരിക്കുക. അത് രണ്ടും ഒരേപോലെയാകുന്ന വിധത്തിൽ ആവാൻ പാടില്ല. ഹത്താ നതകല്ലമ ഔ നഖ്റുജ. ഒന്നുകിൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വല്ലതും നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ ദിക്റുകളും ദുആകളൊക്കെ നിർവഹിക്കുന്നതോടുകൂടി നമ്മൾ വല്ലതും ഉരിയാടലും പറയലും ഒക്കെ ആയി. എന്നിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കുക. അതല്ലാതെ ഒക്കെ കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ നീറ്റുന്നിട്ട് സുന്നത്ത് നിസ്കരിക്കല്ല വേണ്ടത്. ഔ നഖ്റുജ, അതല്ലെങ്കിൽ ആ നിസ്കരിച്ച ഇടത്ത് നിന്ന് സ്ഥലം മാറുക, അവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് അവിടുന്ന് മാറിയിട്ട് നിസ്കരിക്കണം. അല്ലാതെ അവിടെ തന്നെയാണ് നിന്നിട്ട് പെട്ടെന്ന് ഒന്നും പറയും ദിക്റൊന്നും ചെല്ലാതെ വേഗമാണ് സുന്നത്തിലേക്ക് കൈകെട്ടി അതേ കഴിഞ്ഞ നിസ്കാരത്തിൻ്റെ തുടർച്ച പോലെ അങ്ങ് നിർവഹിക്കുന്ന ഒരു രീതി, ഫർളിൻ്റെയും സുന്നത്തിൻ്റെയും ഇടയ്ക്ക് ഒരു വ്യത്യാസവും കാണിക്കാത്ത വിധത്തിലുള്ള ആ ധൃതിപ്പെട്ടുള്ള നിർവഹണ രീതി അത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫർള് നമസ്കാരം നിർവഹിച്ച് പിന്നെ ദിക്റുകളും ഒക്കെ നിർവഹിച്ച് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് ആ ഒരു രീതി നമ്മളെല്ലാം സ്വീകരിക്കുക. അതാണ് ഉത്തമമായ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായതും ശ്രേഷ്ഠകരമായതുമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും നേടിയെടുക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് നമുക്കെല്ലാം അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.